നവോത്ഥാന നായകരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെന്ന് എ റഹീം എം പി. കേരളത്തിലെത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് കൂടോത്രമേൽക്കാതെ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കണം. ഇടിമുറികളെല്ലാം പഠനമുറികളാണ്, ഇടിമുറികളല്ല പഠനമുറികളാണ് കാര്യവട്ടം ക്യാമ്പസിലുള്ളതെന്നും എ റഹീം എം പി പറഞ്ഞു. KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ ശക്തമായ വിമർശനവുമായാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് രംഗത്തെത്തിയത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ കോൺഗ്രസ് നവോത്ഥാന നായകരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയാണ്. നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ചിത്രങ്ങൾ KPCC ഓഫീസിനകത്തുനിന്ന് എടുത്തു മാറ്റണം. കേരളത്തിലെത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടോത്രമേൽക്കാതെ നോക്കണമെന്നും എ റഹീം പറഞ്ഞു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ വീണ്ടും ഡിവൈഎഫ്ഐ പ്രചാരണം ആരംഭിക്കും. നവോത്ഥാനത്തിൻ്റെ, ശാസ്ത്രാവബോധത്തിൻ്റെ, പുരോഗമന ചിന്തയുടെ ഒരു നല്ല ഇടമാക്കി മാറ്റിയ മഹാരഥന്മാരെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പല്ലേ ഇവർ ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ, മക്തിത്തങ്ങൾ, ഇങ്ങനെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രൗഢഗംഭീരമാർന്ന ഭൂതകാലമല്ലേ നമ്മുടെ നാടിലുള്ളത്. രാഹുൽ ഒഴിയുമ്പോൾ അതെങ്കിലും ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിരുന്നവരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നവർ. പ്രിയങ്ക വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂടോത്ര സാധ്യതകൾ കൂടി ഒന്ന് രാഹുൽ പരീക്ഷിക്കുന്നതല്ല. ഇടിമുറികളല്ല പഠനമുറികളാണ് കേരളത്തിലെ ക്യാമ്പസുകളിലുള്ളത്. ഏറ്റവും സർഗാത്മകമായ പഠിപ്പ് സമരം നടന്ന ഇടമാണ് കാര്യവട്ടം ക്യാമ്പസെന്നും എ റഹീം പറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സാർത്ഥകമായ ഒരു സമര രീതി പിറവിയെടുത്ത സ്ഥലമാണ് കാര്യവട്ടം ക്യാമ്പസ്. കുറച്ച് നാൾ മുമ്പാണ് അവിടെ രാത്രി നമ്മുടെ ഈ ലൈബ്രറി തുറന്നു വെക്കണം, ലൈബ്രറി രാത്രി കൂടി പ്രവർത്തിക്കണം, കുറേ സമയം കൂടി പ്രവർത്തിക്കണം എന്നൊരു ഡിമാൻഡ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചു. അപ്പോൾ അത് സെക്യൂരിറ്റി പിന്നെ മറ്റു പല കാരണങ്ങളാലും അന്ന് സിൻഡിക്കേറ്റതിന് തയ്യാറായില്ല. അന്ന് SFIയുടെ നേതൃത്വത്തിൽ ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു സമരം നടന്നു. എന്തായിരുന്നു സമരം എന്നറിയാം? പഠിപ്പ് മുടക്കല്ല, പഠിപ്പ് സമരം. അവർ ഇടിമുറി നടത്തുന്നവരാണ്, അല്ല ക്രിയേറ്റീവായ പൊളിറ്റിക്സ് നടത്തുന്നവരാണ്. ആ ക്യാമ്പസിൽ ഏത് കാലത്താണ് എപ്പോഴെങ്കിലും ഒരു ഇടിമുറി കാണിച്ചു തരാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ കാണിച്ചു തരാൻ പറ്റും? നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ രാജ്യവ്യാപക ഇടതുയുവജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും എ റഹീം MP കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.